ഇന്ന് ഞാൻ എന്ത് അപ്ലോഡ് ചെയ്യും എൻ്റെ ചാനലിനകത്ത്? വൺ പ്ലസ് 10 ലീക്സ് എന്ന് ചോദിച്ചു നോക്കാം ഈ സിറിയോട്. എല്ലാം കിട്ടിയാലോ നോക്കാം. ഹേയ് സിറി, OnePlus 10. OnePlus 10 is 11. ഹേയ് സിറി, OnePlus 10 ലീക്സ്. OnePlus 10 is 11. ഹേയ് സിറി, OnePlus 10 ഫോൺ ലീക്സ്. ഫോണിന്റെ ലീക്ക്. OnePlus 10 is 11. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ OnePlus 10 സീരീസിലെ ലീക്സ് ആയിരിക്കും നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റീസെന്റ് ആയിട്ട് ഈ OnePlus 10 സീരീസിന്റെ ഡിസൈനിന്റെ ഒരു ലീക്ക് ഒക്കെ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. ഇത് ഒരു റെൻഡർ ആണ് ലീക്ക് ആയിരിക്കുന്നത്. അപ്പൊ ഇപ്രാവശ്യം ഈ OnePlus 10 സീരീസിന്റെ ഈ ഡിസൈൻ S21 സീരീസിൽ നിന്ന് ഇവര് ഇൻസ്പിറേഷൻ എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾക്ക് സ്ക്വയർ ടൈപ്പ് ക്യാമറ കട്ടൗട്ട് ആയിരിക്കും ഈ ഫോണിനകത്ത്. അപ്പോൾ OnePlus 9 സീരീസ് അതേ ഇതുപോലെ ആയിരിക്കും, പക്ഷെ അത് സ്ക്വയർ ടൈപ്പ് ആയിരിക്കും എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഈ OnePlus 10 സീരീസിനകത്ത്. പിന്നെ ബാക്കി നിങ്ങൾ ഓവറോൾ ഈ ഫോണിന്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ ഇതുവരെ ഒന്നും ഇൻഫർമേഷൻ ഒന്നുമില്ല. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾക്ക് ഈ ഫോൺ അത് ഗ്ലാസ് ബോഡിയിലൊക്കെ ആയിരിക്കും ഈ ഫോൺ ലോഞ്ച് ആകുന്നത്. മെറ്റാലിക് ഫ്രെയിം ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ സൈഡിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ ഈ ഫോണിന്റെ ഡിസൈനകത്ത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു റെൻഡർ ഒക്കെ വന്നിട്ടുണ്ട് ഈ ഫോണിന്റെ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഈ ഫോണിന്റെ സ്ക്രീനിനെ പറ്റിയാണ്. അപ്പോൾ സ്ക്രീൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ റിപ്പോർട്ടിനകത്തൊക്കെ പറയുന്നത് നിങ്ങളിപ്പോൾ OnePlus 10 Pro നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം അത് സിമിലർ ആയിരിക്കും Oppo Reno 7 Pro പോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ന്യൂസുകളെല്ലാം തന്നെയുണ്ട്. പിന്നെ നിങ്ങൾ ബാക്കി ഈ ഫോണിന്റെ ഡിസ്പ്ലേ സ്പെസിഫിക്കേഷനിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ 6.7 ഇഞ്ചിന്റെ നിങ്ങൾക്ക് E5 AMOLED ഡിസ്പ്ലേ ആണ് ഉള്ളത്. ഇത് ക്വാഡ് HDയും കൂടെയാണ്. 1440p ആണ് OnePlus 10 Proയിൽ. പിന്നെ ഇത് LTPO ബേസ്ഡ് ആണ്. ഇത് 120 Hz കൂടെയൊക്കെയാണ്. അപ്പോൾ ഓവറോൾ ഇത് സ്മൂത്ത് ഫോണൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ OnePlus 18 തന്നെ അതേ ഈ ഡിസൈനൊക്കെയാണ് ഈ ഫോൺസിനകത്ത്. അപ്പോൾ അവർ കുറച്ചുകൂടെയൊക്കെ പുതിയതായിട്ട് അവർക്ക് വല്ലതും ആഡ് ചെയ്യായിരുന്നു, അണ്ടർ ഡിസ്പ്ലേ ക്യാമറ വല്ലതും. പക്ഷെ അതൊക്കെ ഇതുവരെ ഒന്നും റെഡി ഒന്നും ആയിട്ടില്ല. അതൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഈ ഫ്രണ്ട് ക്യാമറയുടെ ഈ ക്ലാരിറ്റി ഒക്കെ നല്ലോണം കുറയാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഇപ്രാവശ്യം റിസ്ക് ഒന്നും എടുത്തില്ല. അപ്പോൾ ഇത് ഇനിയും വരുമായിരിക്കും, പക്ഷേ ഇപ്രാവശ്യം സെയിം ഡിസൈൻ ആയിരിക്കും OnePlus 9 പോലെ തന്നെ. അപ്പോൾ നെക്സ്റ്റ് ഈ ഫോണിന്റെ ചിപ്സെറ്റിലോട്ട് നിങ്ങളിപ്പോൾ പോവുകയാണെങ്കിൽ ഇതിനകത്ത് മിക്കവാറും ഉണ്ടാകാൻ പോകുന്ന Snapdragon 898 ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാം തന്നെ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷത്തെ പോലെ ഇവർ Snapdragonന്റെ ബെസ്റ്റ് ചിപ്സെറ്റ് ആയിരിക്കും ഇവിടെ ഫോൺ യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് ഇവരുടെ ക്യാമറാസ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഒന്നും ഡീറ്റെയിൽസ് ഇല്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഈ ഹാസൽബ്ലാഡിന്റെ ഇതൊക്കെ ഉണ്ടായിരിക്കും, ബ്രാൻഡിങ് ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കാം, ഇവിടെ നല്ല ക്യാമറാസ് ആയിരിക്കും നിങ്ങൾക്ക് ഇപ്രാവശ്യം എല്ലാം ഉണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞ് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. ഈ OnePlus 9 സീരീസ് വെച്ച് നോക്കാം. അപ്പോൾ എല്ലാ ഘട്ടത്തെ പോലെ തന്നെ ഇവിടെ ഉണ്ടായാൽ കൊള്ളായിരുന്നു, അതേ ഉള്ളൂ എനിക്ക് പറയാൻ. പിന്നെ ഓവറോൾ ഈ ഫോണിന്റെ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെയും നല്ല ഈ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മിക്കവാറും 5000 mAh ബാറ്ററി ഒക്കെ ആയിരിക്കും ഈ ഫോണിലൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഒക്കെ ബോക്സിലൊക്കെ വന്നേക്കാം. അതാണ് മെയിൻ ഡൗട്ട് ഉള്ളത്, ബോക്സിൽ ഇപ്രാവശ്യം ചാർജറൊക്കെ ഉണ്ടാവുമല്ലോ എന്ന്. അപ്പോൾ ഇതിലോട്ടും ഒന്ന് നമുക്ക് നോക്കണം. പക്ഷെ ഇതുവരെ ന്യൂസുകളുമല്ല ഈ ഫോണിന്റെ ബോക്സ് ഈ ചാർജേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന്. അപ്പോൾ നോക്കാം എന്തൊക്കെ ആവുമെന്ന്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഫോണിന്റെ OS നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഡൗട്ടൊക്കെ ഉണ്ട്, ഇത് ഫുള്ളി കളർ OS ആയി മാറുമോ ഇല്ലോ എന്ന് തന്നെ. അപ്പോൾ ഇവിടെ നിങ്ങൾ കുറച്ച് ഈ ചേഞ്ചസ് ഒക്കെ ഉണ്ടായേക്കാം നിങ്ങൾക്ക് ഈ ഫോണിന്റെ UIനകത്ത്. നിങ്ങൾ വേറെ ഈ OnePlus ഫോൺസ് വെച്ച് നോക്കും. അപ്പോൾ ഇതുപോലത്തെ ന്യൂസുകളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ നെക്സ്റ്റ് ഈ ഫോണിന്റെ സ്റ്റോറേജ് വേരിയൻസിലോട്ട് നോക്കുകയാണെങ്കിൽ 256 GB ഒക്കെ ഉണ്ടായിരിക്കും. 128 GB ആയിരിക്കും ബേസ് വേരിയന്റ്. പിന്നെ 12 GB RAM 8 GB RAM വേരിയൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ ഈ ഫോണിന്റെ സ്റ്റോറേജ് വേരിയൻസിൽ. ഇവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ഒക്കെ ചെയ്തായിരുന്നു ഈ ഫോൺ. അത് മെയിൻലി ഈ ഫോൺസ് ഉള്ളത് ഈ റീസെന്റ് ആയിട്ട് ലോഞ്ച് ആവുന്ന ഫോൺസ്, അതോടെ ഈ അപ്ഗ്രേഡ്സ് ഒക്കെയാണ്, ഇന്നോവേഷൻ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ മിക്കവാറും ഈ ഫോൺ മാർച്ച് 2022 അല്ലെങ്കിൽ ഏപ്രിൽ 2022 ലോഞ്ച് ആവാനുള്ള ചാൻസസ് ഒക്കെ വരുന്നുണ്ട് ഈ OnePlus 10 സീരീസിൽ. പിന്നെ ഈ ഫോണിന്റെ ലോഞ്ചിലൂടെ OnePlus 10, 10R, 10 Pro ഒക്കെ ലോഞ്ച് ആവും. അപ്പം ഈ 3 ഫോൺസ് ആയിരിക്കും മിക്കവാറും ഒക്കെ ലോഞ്ച് ആകാൻ പോകുന്നത്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ്. മെയിൻ ആണ് ഈ ഫോണിന്റെ ബോക്സിനകത്ത് ഈ ചാർജറൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ ഇതിന്റെ OSനകത്താണ് ഇത് ഫുള്ളി കളർ OS ആയി മാറുമല്ലോ എന്നാണ്. അപ്പോൾ ബാക്കി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നും തന്നെ ഇല്ല ഈ ഫോണിനകത്ത്. അപ്പോൾ ഓവറോൾ ഇതുമെല്ലാം തന്നെയായിരുന്നു ഈ ഫോണിനെ പറ്റി. അപ്പോൾ നിങ്ങൾ ഈ ഫോണിന്റെ ഡിസൈൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെയിം നിങ്ങൾ S21 സീരീസിനകത്ത് വലിയ ഇതൊന്നും ഇല്ല. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾക്ക് മാൻ ഫിനിഷ് ഒക്കെ ഉണ്ടായിരിക്കും ഈ ഫോണിനകത്ത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു ഈ വീഡിയോക്കകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.